നമസ്കാരം. 2002 മാർച്ച് 5 രാവിലെ ഏകദേശം ഒരു 10:30 മണിയായി കാണും. ആ സമയത്ത് ഏകദേശം ഒരു 60 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ ആഗ്രയിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ്. അവരുടെ മകൻ ഒരു ടാക്സി ഡ്രൈവറാണ്. അയാൾ സാധാരണഗതിയിൽ യാത്ര കഴിഞ്ഞിട്ട് രാത്രി 10 മണിയോടുകൂടി വീട്ടിലെത്തുന്നതാണ്. തലേദിവസം വീട്ടിൽ വന്നിട്ടില്ല. മകനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മകനെ കാണാത്ത വിഷമത്തിലാണ് ആ സ്ത്രീ പരാതിയുമായി എത്തിയിരിക്കുന്നത്. രമേഷ് തിവാരി എന്ന മകന്റെ കാര്യങ്ങളൊക്കെ ആ സ്ത്രീ പോലീസിനോട് പറഞ്ഞു. അവൻ അവിവാഹിതനാണ്. അവൻ എന്നും രാത്രി മടങ്ങിയെത്തുമ്പോൾ അമ്മയ്ക്ക് കഴിക്കാനുള്ള ബീഡയും കൂടെ കൊണ്ടുവരും, ഒരു തരം മുറുക്കാൻ. ആ ബീഡ അവൻ ഒരു കാരണവശാലും മറക്കാറില്ല. ആ കാര്യം രമേഷ് തിവാരിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞതും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ സ്ത്രീയോട് ചോദിച്ചു, അവൻ സ്ഥിരമായി എവിടെ നിന്നാണ് ഈ ബീഡ വാങ്ങുന്നതെന്ന് അറിയാവൂ? അവർക്ക് കൃത്യമായിട്ട് ആ കട അറിയാം. അവർക്ക് ശരിക്കും ഇഷ്ടമുള്ള ടേസ്റ്റുള്ള ഒരു ബീഡ വിൽക്കുന്ന ഒരു കടയുണ്ട്. ആ കടയിൽ നിന്നാണ് രമേഷ് സ്ഥിരമായിട്ട് അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബീഡ വാങ്ങിക്കുക. ആ സ്ത്രീയോട് മകനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരക്കാമെന്ന് ഏറ്റതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ആ ബീഡ വിൽക്കുന്ന കടയിലെത്തി. ആ ബീഡ വിൽക്കുന്ന കടക്കാർക്ക് രമേഷിനെ അറിയാം. എല്ലാ ദിവസവും രാത്രി വീട്ടിലേക്ക് ടാക്സി ഒതുക്കാനായി പോകുമ്പോൾ അവൻ ആ കടയുടെ മുന്നിൽ വാഹനം നിർത്തുകയും ബീഡ വാങ്ങിക്കുകയും ചെയ്യും. അവന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ആ ബീഡ വാങ്ങുന്നുള്ള കാര്യവും അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് രമേഷ് തലേദിവസം അവിടെ വന്ന കാര്യവും അറിയാം. സർ, ഇന്നലെ ഏകദേശം ഒരു 10 മണി ആകാറായപ്പോൾ രമേഷ് ഇവിടെ എത്തിയിരുന്നു. അപ്പൊ അതുപോലെ ബീഡ ഞങ്ങളിന്ന് വാങ്ങുകയും ചെയ്തു. കടക്കാരൻ ആ കാര്യം പറഞ്ഞപ്പോൾ പോലീസിന് ഇപ്പൊ കഥ മനസ്സിലാവുകയാണ്. ബീഡ വാങ്ങിച്ചതിന് ശേഷമാണ് രമേഷ് അപ്രത്യക്ഷനായിരിക്കുന്നത്. രമേഷിനെ അപകടപ്പെടുത്തിയതാണോ? അങ്ങനെ ഒരു ചോദ്യം പോലീസിന് മനസ്സിൽ വന്നതും പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ടാക്സി സ്റ്റാൻഡിലെത്തി. ആ ടാക്സി സ്റ്റാൻഡിൽ തലേദിവസം പകല് രമേഷ് ഉണ്ടായിരുന്നു. ഒത്തിരി ഓട്ടം രമേഷ് അന്ന് കിട്ടുകയും ചെയ്തതാണ്. രാത്രി അവസാനമായിട്ട് ആരാണ് രമേഷിന്റെ ഓട്ടം വിളിച്ചതെന്നുള്ള ചോദ്യത്തിന് അവർക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. സർ, 10 മണി ആയിക്കഴിഞ്ഞാൽ രമേഷ് പിന്നെ ഒരു ഓട്ടോ എടുക്കില്ല. അവൻ അവന്റെ അമ്മയുടെ അടുത്ത് എന്തായാലും 10 മണിക്ക് എത്തും. അത് അവന്റെ ഒരു സ്ഥിരം രീതിയാണ്. അമ്മ മാത്രമല്ലേ വീട്ടിലുള്ളൂ. അതുകൊണ്ടാണ് അവൻ രാത്രിയുള്ള ഓട്ടോ ഒന്നും എടുക്കാത്തത്. സാർ, ഏകദേശം ഒരു 9:45 ആയപ്പോൾ അവൻ സ്റ്റാൻഡിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. രമേഷ് ഉപയോഗിക്കുന്നത് ഒരു ടാറ്റ സുമോ കാറാണ്. ആ ടാറ്റ സുമോ കാറുമായി ഏകദേശം 9:45 ആ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് രമേഷ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ബീഡ വിൽക്കുന്ന കടയുടെ മുന്നിലെത്തിയിരുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ രമേഷ് വീട്ടിലെത്തും. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് രമേഷ് വീട്ടിലെത്തിയിട്ടില്ല. അതിനിടയിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ആ ബീഡ കട മുതൽ രമേഷിന്റെ വീട് വരെയുള്ള ആ റോഡിൽ ഇരുഭാഗത്തുമുള്ള കടകളുമായി കണക്ട് ചെയ്ത് ഏതെങ്കിലും CCTV വിഷ്വൽ കിട്ടുമെന്ന് നോക്കി. ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ക്യാമറകൾ അപൂർവമായിട്ടേ ഉണ്ടാവും. എന്നാൽ ചില കടകളിലെങ്കിലും അത്തരത്തിലുള്ള ചില സംവിധാനങ്ങളുണ്ട്. പക്ഷെ അവയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടും പോലീസിന് ഒന്നും കിട്ടിയില്ല. ഒരു തരത്തിലുമുള്ള വിഷ്വലുകളും ലഭ്യമാകാതെ വന്നതും പോലീസിന്റെ അന്വേഷണം സകല മേഖലയിലേക്കും വ്യാപിക്കുകയാണ്. ആഗ്രയിലാണ് ഈ സംഭവം നടക്കുന്നത്. ആഗ്രയിൽ നിന്ന് ഒത്തിരി ദൂരത്താണ് ദില്ലി എന്ന് പറയുന്നത്. എന്തായാലും ദില്ലി അതിർത്തി, ഹരിയാന, അതുപോലെ രാജസ്ഥാൻ, ഈ അതിർത്തികളിലൊക്കെ ഒരു നിരീക്ഷണം പോലീസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ടാറ്റ സുമോ കാറ് ഓടിക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ മിസ്സായിരിക്കുന്നത്. ഡ്രൈവറെ അപകടപ്പെടുത്തിയിട്ട് കാറ് ആരെങ്കിലും മോഷ്ടിച്ചതാകുമോ എന്നൊരു തോന്നൽ പോലീസിനുണ്ട്. അതുകൊണ്ടാണ് പോലീസ് എല്ലാ ചെക്ക് പോസ്റ്റുകളും ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. കാറ് മോഷ്ടിക്കുന്ന ആളുകൾ സ്വാഭാവികമായും അടുത്ത നിമിഷം ചെയ്യുന്നത് ആ കാറിനെ അതിർത്തി കടത്തുക എന്നുള്ളതാണ്. ഇവിടെയും കാറ് മോഷണമാണ് ലക്ഷ്യമെങ്കിൽ കാറ് മോഷ്ടിച്ചവർ കാറ് അതിർത്തി കടത്തിക്കാണും, അല്ലെങ്കിൽ അതിർത്തിയിൽ നീങ്ങിക്കാണും. അതുകൊണ്ട് തന്നെ തൊട്ട് സമീപത്തുള്ള അതിർത്തി സ്റ്റേറ്റുകളായ ഹരിയാനയും ദില്ലിയും രാജസ്ഥാനും വിശദമായ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കി തുടങ്ങി. ഉത്തർപ്രദേശ് പോലീസ് രമേഷിന്റെ ആ തിരോധാനവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ദില്ലിയിലെ രൂപ് നഗറിൽ നിന്ന് സമാന സ്വഭാവത്തിൽ മറ്റൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ദില്ലിയിലെ രൂപ് നഗറിലെ ഒരു മെക്കാനിക്കാണ് കിഷോർ ഗുൽപ്രീത്. ആ ഗുൽപ്രീത് 2002 ഏപ്രിൽ 3 രാത്രി സാധാരണഗതിയിൽ ഏകദേശം ഒരു 10 മണി കഴിയുമ്പോൾ വീട്ടിൽ എത്തുന്നതാണ്. അയാളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് നടന്ന് വരത്തക്ക ദൂരമേ അയാളുടെ വീടിനുള്ളൂ. അപ്പം അതുപോലെ അന്ന് വർക്ക്ഷോപ്പ് അടച്ച് അവിടെ നിന്ന് അയാൾ വീട്ടിലേക്ക് നടന്നതായി കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ പോലീസിനോട് പറയുകയും ചെയ്തു. പക്ഷേ ഈ ഗുൽപ്രീത് വീട്ടിൽ എത്തിയിട്ടില്ല. ഭാര്യയും മകനും അയാളെ കാണാതെ വന്നപ്പോൾ ആ കാര്യം പോലീസ് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് പോലീസ് ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്നത്. വർക്ക്ഷോപ്പിൽ നിന്ന് വീട് വരെ നടക്കുന്നതിനിടയിൽ ഗുൽപ്രീത്തിന് എന്ത് സംഭവിച്ചിരിക്കും? ഗുൽപ്രീത് തികച്ചും അമ്പരപ്പിക്കുന്ന വേഗതയിൽ അപ്രത്യക്ഷമായിരിക്കുകയാണ്.
ശൂന്യതയിൽ അങ്ങ് ലയിച്ചു ചേർന്നതുപോലെയാണ് ഗുൽപ്രീത് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ഒരു വ്യക്തി മിസ്സായ കേസ് അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമീപ സ്റ്റേറ്റായ ദില്ലിയിലെ രൂപ് നഗറിൽ ഒരു മെക്കാനിക്കിന്റെ മിസ്സിംഗ് കേസ് കൂടി പോലീസ് അന്വേഷിച്ചു തുടങ്ങുന്നത്. രണ്ട് പോലീസാണ് അന്വേഷിക്കുന്നത്. ആ രണ്ട് അന്വേഷണവും അങ്ങനെ നടക്കുമ്പോൾ സമാന സ്വഭാവത്തിൽ രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും UP-യിലും അനവധി കേസുകൾ ഇതേ ശൈലിയിൽ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ആളുകളെ തികച്ചും അപ്രതീക്ഷിതമായി കാണാതാവുകയാണ്. കാണാതാവുന്ന ആളുകൾക്കൊക്കെയും ഒരു പ്രത്യേകതയുണ്ട്. മിക്കവാറും എല്ലാവരും ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരായ ആ ആളുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതാണ്ട് 90% ചെറുപ്പക്കാരും മിസ്സാകുന്ന സമയത്ത് അവര് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുകയായിരുന്നു, പ്രത്യേകിച്ചും കാറുകൾ. ആ മിസ്സാകുന്ന വ്യക്തി ചിലപ്പോൾ ഓടിച്ചിരുന്നത് അവരുടെ സ്വന്തം വാഹനമായിരിക്കാം, ചിലപ്പോൾ ടാക്സി കാർ ആയിരിക്കും. രണ്ടായാലും മിസ്സായിരിക്കുന്ന ആളുകളുടെ എണ്ണം 20 കഴിഞ്ഞിരിക്കുകയാണ്. 1-2 ആളുകൾ മാത്രമാണ് നടന്നു പോയപ്പോൾ മിസ്സായിരിക്കുന്നത്. ബാക്കി മുഴുവൻ ആളുകളും വാഹനത്തോടൊപ്പം മിസ്സായിരിക്കുകയാണ്. വാഹനവും കാണാനില്ല, ആളെയും കാണാനില്ല. ഇപ്പോ പോലീസ് സംഘങ്ങളുടെ എണ്ണം ഒരുപാട് കൂടിയിരിക്കുകയാണ്. രാജസ്ഥാൻ മുതൽ ദില്ലി വരെ അനവധി പോലീസ് ഗ്രൂപ്പുകളാണ് ഈ മിസ്സിംഗ് കേസുകൾ അന്വേഷിക്കുന്നത്. രാജസ്ഥാനിലെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള പോലീസ് സ്റ്റേഷൻ മുതൽ ദില്ലിയിലെ ഈ കേസ് അന്വേഷിക്കുന്ന അവസാന സ്റ്റേഷൻ വരെ ഒരു നേർരേഖ വരച്ചാൽ 240 സ്റ്റേഷനുണ്ട്. ആ 240 സ്റ്റേഷനിൽ 39 സ്റ്റേഷനുകളും ഈ കേസുകൾ അന്വേഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ 39 സ്റ്റേഷനുകളിലും ഏറ്റവും മിനിമം ഒരു മിസ്സിംഗ് കേസെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. 2002-ലാണ് ഈ മിസ്സിംഗ് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2002 അതിവേഗം കഴിഞ്ഞു. അതുപോലെ 2003 മിസ്സിംഗ് കേസുകളുടെ എണ്ണം അങ്ങനെ കൂടിക്കൂടി 2004 ഒരുപാട് എണ്ണമായി. അങ്ങനെ ഇരിക്കുമ്പോൾ 2004 നവംബർ 9 ദില്ലിയിലെ ഒരു സ്റ്റേഷനിലേക്ക് അതിരാവിലെ ഒരാൾ ഓടിക്കയറി. ദില്ലിയിലെ ഖുറാസിയ സ്റ്റേഷനിലേക്കാണ് ഒരാൾ ഓടിക്കയറിയിരിക്കുന്നത്. ഈ ഖുറാസിയ സ്റ്റേഷൻ യഥാർത്ഥത്തിൽ UP ബോർഡറിലാണ്, ദില്ലിയിലാണെന്ന് മാത്രം. ആ UP ബോർഡറിൽ കാസ്ഗഞ്ചിലെ ഹസ്ര കനാലിൽ ഒരു കാഴ്ച കണ്ടതിന്റെ നടുക്കത്തിലാണ് ആ ഓടി വന്ന ചെറുപ്പക്കാരൻ. അയാൾ ശരിക്കും ഒന്ന് സ്റ്റേൺ ആയപ്പോൾ പോലീസ് അയാളോട് വിശദമായി കാര്യം തിരക്കി. അയാള് അതിരാവിലെ ആ കനാലിന്റെ ഭാഗത്തുകൂടി നടന്നു വരുമ്പോൾ അവിടെ ഒരു വ്യക്തി ആ കനാലിലേക്ക് പല കാര്യങ്ങളും വലിച്ചെറിയുന്നതായി അയാൾ കണ്ടു. അയാൾ കൗതുകത്തോടെ ആ വലിച്ചെറിയുന്ന സാധനത്തിലേക്ക് നോക്കിയപ്പോൾ ശരിക്കും അയാൾ ഞെട്ടിപ്പോയി. വലിച്ചെറിഞ്ഞ ആ സാധനങ്ങളുടെ കൂട്ടത്തിൽ ശരിക്കും അറുത്തെടുക്കപ്പെട്ട തലയുണ്ട്. ആ തല കണ്ടതും ഞെട്ടിപ്പോയ ആ യുവാവ് അവിടുന്ന് അതിവേഗം സ്റ്റേഷനിലേക്ക് ഓടുകയായിരുന്നു. അറുത്തെടുത്ത ആ തല കണ്ട ആ നിമിഷത്തിൽ ശരിക്കും അയാള് ബോധം കെട്ട് വീഴേണ്ടതാണ്. പക്ഷേ എങ്ങനെയോ അയാൾ ധൈര്യം സംഭരിച്ച് സ്റ്റേഷൻ വരെ ഓടിയെത്തിയതാണ്. അയാൾ ഓടിയെത്തിയത് UP അതിർത്തിക്ക് അപ്പുറത്തുള്ള ആ ദില്ലിയിലെ സ്റ്റേഷനിലേക്കാണ്. അയാൾ പറഞ്ഞ കാര്യം കേട്ടതും പോലീസ് അയാളെ ആശ്വസിപ്പിച്ചിട്ട് അയാളോട് ആ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ ആളിനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അയാൾക്ക് കൃത്യമായിട്ട് ആ മുഖം ഓർമ്മയുണ്ട്. അയാൾ ആ മുഖം കൃത്യമായി ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞതും രേഖാചിത്രം വരയ്ക്കുന്ന എക്സ്പെർട്ടുകളെ പോലീസ് അധികാരികൾ അവിടേക്ക് വിളിച്ചു വരുത്തി. ആ രേഖാചിത്രം വരയ്ക്കുന്ന എക്സ്പെർട്ടുകളോട് ആ ചെറുപ്പക്കാരൻ പറയുന്ന അനുസരിച്ച് ചിത്രം വരയ്ക്കാൻ ഏർപ്പാടാക്കിയതിനു ശേഷം പോലീസിന്റെ ഒരു ടീം അവിടെ നിന്ന് നേരെ ആ ഹസ്ര കനാലിലേക്ക് തിരിച്ചു. ഹസ്ര കനാലിന്റെ അടുത്തേക്ക് പോലീസ് ജീപ്പ് വരുന്നത് അനവധി ആളുകൾ കണ്ടു. ആളുകളൊക്കെ ആ ജീപ്പിനെ ഫോളോ ചെയ്ത് കനാലിന്റെ അടുത്തേക്ക് എത്തി. കനാലിനടുത്ത് ആളുകൾ എത്തുമ്പോൾ ജീപ്പിൽ നിന്നിറങ്ങിയ പോലീസ് ആ കനാലിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പോലീസ് കനാലിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടെന്നും ആളുകൾ ഓടി വന്ന് പോലീസിനോട് പറഞ്ഞു, സാർ കനാലിൽ ഇറങ്ങിയെന്ന് ചെയ്യരുത്, അതിനകത്ത് മുതലയുണ്ട്. ശരിക്കും പോലീസിന് തന്നെ ആ കാഴ്ച കാണാം. മുതലകൾ ആ കനാലിൽ കൂടി അങ്ങനെ പാഞ്ഞു പോകുന്നത് വളരെ അലസമായിട്ട് ആ മുതലകൾ ആ കനാലിൽ പതുക്കെ പതുക്കെ ഉള്ളിട്ട് പോവുകയാണ്. പോലീസ് എന്തോ തൊണ്ടി സാധനം പറക്കാനായി അവിടെ എത്തിയതാണെന്ന് കണ്ടതുകൊണ്ടാണ് നാട്ടുകാർ ആ കാര്യം പോലീസിനോട് പറഞ്ഞത്. അതിനകത്ത് എന്ത് തൊണ്ടി സാധനമാണ് പോലീസ് നോക്കാൻ പോകുന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയില്ല. എന്തായാലും ആ മുതലകൾ അവിടെ ഉള്ള സ്ഥിതിക്ക് അതിനകത്ത് ഇറങ്ങി ഒരു തിരച്ചിൽ നടത്തുന്നത് ആത്മഹത്യാപരമാണെന്ന് പോലീസിന് അറിയാം. പോലീസ് ഉടൻ തന്നെ ഒരു JCB ഇറക്കാൻ തീരുമാനിച്ചു. രാവിലെ ഒരു വലിയ JCBയുമായി പോലീസ് സംഘം ആ കനാലിന്റെ സമീപത്ത് നിൽക്കുന്ന കണ്ടതും ആളുകൾ അവിടേക്ക് അങ്ങ് ഒഴുകിയെത്തിയെന്ന് പറയാം. എന്തോ സംഭവിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം ആളുകൾക്ക് അറിയാം. ആളുകൾ അങ്ങനെ നോക്കി നിൽക്കേ ആ JCBയുടെ കൂറ്റൻ കൈ പോലീസ് നിർദ്ദേശപ്രകാരം ആ കനാലിനകത്തേക്ക് ഇറങ്ങി. ആ കനാലിൽ നിന്ന് ആ കൈ കോരിയെടുക്കുന്ന സാധനങ്ങൾ അവിടെ കരയിലേക്ക് നിക്ഷേപിച്ചു തുടങ്ങി. അത് പരിശോധിക്കാനായിട്ട് ഫോറൻസിക് വിദഗ്ധരുടെ ഒരു ടീം തന്നെയുണ്ട്. ഒരുപാട് സാധനങ്ങളാണ് ആ കനാലിൽ നിന്ന് ആ കൈ വളരെ ശ്രദ്ധിച്ച് കോരിയെടുത്ത് സൈഡിലോട്ട് വെക്കുന്നത്. ചെളിയും മണലും ഒക്കെ ഉണ്ട്. അതിനിടയിൽ നിന്ന് ആ
ഫോറൻസിക് വിദഗ്ധർ ചില കമ്പികൾ ഉപയോഗിച്ച് പതുക്കെ പതുക്കെ തട്ടി നോക്കിയും മണല് മാറ്റിയൊക്കെ പല സാധനങ്ങളും മാറ്റി വെക്കുകയാണ്. അവിടെ ഒരു വലിയ ഷീറ്റ് വിരിച്ചിട്ട് ആ ഷീറ്റിലേക്ക് ആ സംഘം എടുത്തു വെക്കുന്ന സാധനങ്ങൾ കണ്ട ആളുകളുടെ വാ പൊളിഞ്ഞു പോയി എന്ന് പറയാം. ശരിക്കും അവിടെ നിരത്തി വെച്ചത് എല്ലും കൂടങ്ങളാണ്. തലയോട്ടി, കൈകൾ, ഉടല്, കാലൊക്കെ ഉണ്ട്. പക്ഷെ ആ തലയോട്ടിയും ഉടലും കാലും ഒന്നും പരസ്പരം ബന്ധിതമായപ്പെട്ട ഒന്നല്ല. പലരുടെയും കൈകളും പലരുടെയും കാലുകളും ഉടലും ഒക്കെയാണ് ഉള്ളത്. അനവധി ആളുകളുടെ ഡെഡ് ബോഡി അവിടെ ആ കനാലിലുണ്ടെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. സ്വാഭാവികമായിട്ടും ഈ വിവരം അറിഞ്ഞ് ചാനലുകളൊക്കെ അവിടേക്ക് ഓടിയെത്തി. എല്ലാ മാധ്യമ പ്രവർത്തകരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ദില്ലി UP ബോർഡറാണ്. അതുകൊണ്ട് തന്നെ ദില്ലിയിൽ നിന്ന് ഒരു മാധ്യമ പട തന്നെ സ്ഥലത്തെത്തി. വിഷ്വലുകൾ അതിവേഗം ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. UP ബോർഡറിൽ അവിടെ ആ ഹസ്ര കനാലിൽ അനവധി ആളുകളുടെ അസ്ഥികൂടം കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് വല്ലാത്തൊരു വാർത്താ പ്രാധാന്യമുണ്ട്. ഫ്ലാഷ് ന്യൂസിൽ ഇഷ്ടംപോലെ വരികയാണ്. ഫോറൻസിക് വിദഗ്ധർ ശരിക്കും പഠിച്ച പടി 18 നോക്കിയിട്ടാണ് ആ വിവരങ്ങളൊക്കെ കേന്ദ്രീകരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ ഡെഡ് ബോഡിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആരുമായി കണക്ട് ആകുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ തലയോട്ടികളും കൈകളും കാലുകളും ഒക്കെ ഉണ്ട്. പലതും നന്നായി ഒടിഞ്ഞിട്ടുണ്ട്. മുതലകൾ ധാരാളമുള്ള ഒരു കനാലാണ് ഈ ഹസ്ര കനാൽ. മുതലകളുടെ വായിന്റെ പവർ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പവറുകളിൽ ഒന്നാണ്. അത് കടിച്ചു പിടിച്ചാൽ പൊട്ടാത്ത എല്ലുകളില്ല എന്ന് പറയാം. അതിന്റെ ഫലമായിട്ട് കൂടിയാണ് പല എല്ലുകളും പൊടിഞ്ഞിരിക്കുന്നത്. എല്ലുകൾ പൊടിഞ്ഞു പോയതുകൊണ്ട് ക്രമത്തിൽ ഒരാളുടെ എല്ലും കൂടുമായി മാറ്റിയെടുക്കാൻ ഫോറൻസിക് വിദഗ്ധർക്ക് അങ്ങോട്ട് പറ്റത്തില്ല. എന്തായാലും DNA പരിശോധനകൾ എല്ലാ ഭാഗങ്ങൾക്കും പ്രത്യേകം നടത്താനുള്ള ഒരു തീരുമാനമായി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആ സംഭവം പൂർണ്ണമായും DNA പരിശോധനയ്ക്കായി വിട്ടുകൊടുത്തു. DNA പരിശോധന സ്റ്റാർട്ട് ചെയ്യാനുള്ള നിർദ്ദേശം പോലീസ് കൊടുത്തപ്പോൾ 2002 മുതൽ 2004 വരെയുള്ള 39 സ്റ്റേഷനുകളിലെ മിസ്സിംഗ് കേസുകളെ കുറിച്ച് കണക്റ്റഡ് ഉദ്യോഗസ്ഥന്മാരും ഹയർ ഒഫീഷ്യൽസും വളരെ കാര്യമായിട്ട് തന്നെ ആലോചിച്ചു തുടങ്ങി. ഈ മിസ്സിംഗ് കേസുകൾക്ക് ഹസ്ര കനലിൽ നിന്ന് കിട്ടിയ ആ എല്ലിൻ കൂടങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ, അല്ലെങ്കിൽ ആ എല്ലിൻ കൂടങ്ങൾക്ക് ആ മിസ്സിംഗ് കേസുകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ? തിരിച്ചറിയണമെങ്കിൽ ആ മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട ആളുകളുടെ DNA കൂടി ശേഖരിക്കണം. ഒരു റിവേഴ്സ് ആക്ഷൻ അവിടെ പോലീസ് സ്റ്റാർട്ട് ചെയ്തു. ആ 39 സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ കേസുകളുമായി കണക്ട് ചെയ്ത വ്യക്തികളുടെ DNA കൂടി പരിശോധിക്കാൻ അങ്ങനെ തീരുമാനമായി. അവരുടെ സാമ്പിളുകൾ ശേഖരിച്ചു. DNA പരിശോധനയ്ക്കുള്ള നടപടികൾ തുടങ്ങി. മറുഭാഗത്ത് ആ എല്ലിൻ കൂടങ്ങളിൽ നിന്ന് DNA വീണ്ടെടുക്കാനുള്ള ശ്രമവും ആരംഭിച്ചിരിക്കുകയാണ്. 2004 ഒക്ടോബർ 24 ഹരിയാനയിലെ ഗുഡ്ഗാവിൽ നിന്ന് കാണാതായ ഒരു ടാക്സി ഡ്രൈവറുടെ ബന്ധുക്കളുടെ DNA പോലീസ് ശേഖരിച്ചപ്പോൾ ആ DNAയും അവിടെ ഹസ്ര കനാലിൽ നിന്ന് കിട്ടിയ ഒരു എല്ലിൻ കൂടവും തമ്മിൽ കണക്ട് ആവുന്നുണ്ട്. ശരിക്കും പോലീസിന് അതൊരു ബ്രേക്ക് ത്രൂ ആയി മാറി. ഇതേ സമയത്താണ് അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ വരയ്ക്കപ്പെട്ട രേഖാചിത്രം പോലീസ് സൂക്ഷ്മമായി പരിശോധിക്കുന്നത്. ആ രേഖാചിത്രം ചാനലുകൾക്ക് റിലീസ് ചെയ്തു. എല്ലാ മാധ്യമങ്ങൾക്കും ആ ചിത്രം കൊടുത്ത പോലീസ് അയാളുടെ വലിയ പോസ്റ്റർ ഉണ്ടാക്കി പറ്റാവുന്ന എല്ലാ സ്ഥലത്തും പതിക്കാനുള്ള ശ്രമം തുടങ്ങി. കടകൾക്ക് മുന്നിലും റെയിൽവേ സ്റ്റേഷനിലും പ്രധാന ജംഗ്ഷനിലൊക്കെ ആ ചിത്രം വന്നു തുടങ്ങി. അങ്ങനെ ഇഷ്ടംപോലെ ചിത്രങ്ങൾ അങ്ങനെ പതിക്കപ്പെട്ടപ്പോൾ പോലീസിന് ഒരു കോള് വന്നു. ഈ ആളെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോള് പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. കോള് വന്നിരിക്കുന്നത് ദില്ലിയിൽ നിന്ന് തന്നെയാണ്. ദില്ലിയിലെ ഒരു ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന ഒരു ഡോക്ടർ ദേവേന്ദ്ര ശർമ്മയുടെ ചിത്രമാണ് അതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാള് പോലീസിനെ കോണ്ടാക്ട് ചെയ്തത്. അയാളുടെ ക്ലിനിക്ക് എവിടെയാണെന്നും അയാൾ കൃത്യമായിട്ടും പോലീസിനോട് പറഞ്ഞു. ആ വിവരം കിട്ടിയതും പോലീസ് ഉടൻ തന്നെ ആ ആയുർവേദ ക്ലിനിക്കിലെത്തി ദേവേന്ദ്ര ശർമ്മയെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ദേവേന്ദ്ര ശർമ്മയോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോൾ ദേവേന്ദ്ര ശർമ്മ തനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള ശൈലിയിലാണ് പോലീസിനോട് സംസാരിച്ചത്. പോലീസ് ദേവേന്ദ്ര ശർമ്മയുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ച് അത് ഒന്ന് പരിശോധിച്ചു തുടങ്ങി. അതിനകത്ത് അസ്വാഭാവികമായ കോളുകൾ ഒന്നും തന്നെ പോലീസ് കണ്ടില്ല. ആ നിമിഷത്തിലാണ് പോലീസിന്റെ ശ്രദ്ധ അയാൾക്ക് വരുന്ന മെസ്സേജുകളിലേക്ക് തിരിയുന്നത്. ഇഷ്ടംപോലെ മെസ്സേജുകൾ അയാൾക്ക് വരുന്നുണ്ട്. ആ മെസ്സേജുകളിൽ ബാങ്ക് മെസ്സേജ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ ഒന്ന് പതിഞ്ഞു. അയാൾ വെറുതെ ആ ബാങ്ക് മെസ്സേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ബാങ്ക് മെസ്സേജ് ഉണ്ട്, ICICI ബാങ്കുമായി ബന്ധപ്പെട്ട മെസ്സേജ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ബാങ്കുകളുടെ മെസ്സേജും ഉണ്ട്. അനവധി ബാങ്കുകളിൽ ഈ ഡോക്ടർക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ എന്നുള്ള ഒരു കൗതുകം ആ മെസ്സേജുകൾ നോക്കുന്ന ആ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. അയാൾ കൗതുകപൂർവ്വം ആ മെസ്സേജുകൾ അങ്ങനെ നോക്കുമ്പോൾ
വളരെ വലിയ തുക ഡെബിറ്റ് ചെയ്തിരിക്കുന്നതും ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള മെസ്സേജുകളുടെ ഒരു വൻ ശ്രേണി തന്നെ ആ മൊബൈലിൽ കിടക്കുകയാണ്. ഇത്രയേറെ പണമിടപാട് ആ ആയുർവേദ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് നടക്കുമോ? സ്വാഭാവികമായും ആ ഒരു സംശയം ആ ഉദ്യോഗസ്ഥനുണ്ടായതും അയാൾ ആ കാര്യം ഈ കേസ് അന്വേഷിക്കുന്ന DCP ആദിത്യ ഗൗതത്തിനെ അറിയിച്ചു. ഡിസ്ട്രിക്ട് കമ്മീഷണർ ഓഫ് പോലീസ് ആദിത്യ ഗൗതം ഒരു വലിയ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ശരിക്കും ആ കനാലിലെ അസ്ഥികൂടങ്ങളുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഈ ദേവേന്ദ്രയുടെ ഫോണിൽ കാണുന്ന മെസ്സേജുകളുടെ ഇൻഫർമേഷൻ എത്തിയതും ദേവേന്ദ്രയെ കുറിച്ച് വിശദമായി പഠിക്കാൻ ആദിത്യ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. ആദിത്യ പറഞ്ഞ അനുസരിച്ച് ദേവേന്ദ്രയുടെ പശ്ചാത്തലം അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമായി പഠിച്ചു തുടങ്ങി. ദേവേന്ദ്രയ്ക്ക് ഉള്ളത് ഒരു ആയുർവേദ ക്ലിനിക്കാണ്. പക്ഷേ അയാളുടെ വീടും പരിസരവും അയാളുടെ കൈവശമുള്ള വാഹനങ്ങളും അയാൾ ആർജിച്ചിരിക്കുന്ന സമ്പത്തും ഒക്കെ ആ ക്ലിനിക്കുമായി കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ആ ക്ലിനിക്കിൽ ഓരോ മിനിറ്റിലും രോഗികൾ വന്നുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത്രയേറെ പണം അയാൾക്ക് സമ്പാദിക്കാൻ പറ്റൂ. അയാളുടെ പണസമ്പാദനവും ആ ക്ലിനിക്കിലെ വരുമാനവും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടില്ലല്ലോ എന്നൊരു തോന്നൽ ഈ ദേവേന്ദ്ര ശർമ്മയുടെ അസറ്റിനെ കുറിച്ച് പഠിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നി. അവർ ആ കാര്യം ആദിത്യയെ അറിയിച്ചു. ഇതിനിടയിൽ സൈബർ സെല്ല് ഈ ദേവേന്ദ്രയുടെ കോൾ ഡേറ്റ മുഴുവൻ പരിശോധിക്കായിരുന്നു. അങ്ങനെ പരിശോധിച്ചു വരുമ്പോഴാണ് ഒക്ടോബർ 24 ഹരിയാനയിലെ ആ ഗുഡ്ഗാവിൽ നിന്ന് മിസ്സായ ആ ടാക്സി ഡ്രൈവറെ ദേവേന്ദ്ര ഫോണിൽ വിളിച്ചിരിക്കുന്നതായി സൈബർ സെല്ല് കാണുന്നത്. ആ കോളാണ് ആ ടാക്സി ഡ്രൈവർക്ക് ഏറ്റവും അവസാനമായി വന്ന കോളും. ആ വിവരവും സൈബർ സെല്ല് ആദിത്യയെ അറിയിച്ചു. ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന്റെ മുന്നിൽ ദേവേന്ദ്രയ്ക്കെതിരായി കുറേയേറെ കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അയാളുടെ ക്ലിനിക്കുമായി പൊരുത്തപ്പെടാനാകാത്ത വിധം ധനം അയാൾ ആർജിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ആ കനാലിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡിയുമായി DNA സാമ്പിളിൽ യോജിച്ച ഗുഡ്ഗാവിലെ ആ ടാക്സി ഡ്രൈവറെ അവസാനമായി വിളിച്ചിരിക്കുന്നത് ദേവേന്ദ്രയാണെന്നും കണ്ടു. ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് ദേവേന്ദ്രയെ ചോദ്യം ചെയ്യാനായി ഒരു ക്വസ്റ്റ്യൻ തന്നെ ആദ്യത്തെയും ടീം ചേർന്ന് തയ്യാറാക്കി. അയാൾ അറിയപ്പെടുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ്. അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു തയ്യാറെടുപ്പ് വേണമെന്ന് ആദിത്യക്ക് തോന്നിയതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ തന്നെ തയ്യാറാക്കിയത്. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആദിത്യൻ ടീമും ദേവേന്ദ്രയെ ചോദ്യം ചെയ്യാനായി തയ്യാറെടുക്കുന്നതിന് മുന്നേ ദേവേന്ദ്രയെ കുറിച്ചുള്ള മറ്റു ചില ഇൻഫർമേഷൻ കൂടി ആദിത്യയുടെ മേശപ്പുറത്തെത്തി. ഈ ദേവേന്ദ്ര 1984 BMS പാസ്സാകുന്നത്. അന്ന് മുതൽ അയാള് ഒരു ചെറിയ ക്ലിനിക്കൊക്കെ ഇട്ട് അങ്ങനെ ആയുർവേദ ചികിത്സയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് 94 അയാൾ ഒരു സ്കാമിൽപ്പെട്ട് സാമ്പത്തിക ടൈറ്റിലാകുന്നത്. അയാള് ഒരു ഗ്യാസ് ഏജൻസിക്ക് വേണ്ടി പണം മുടക്കിയിരുന്നു. ഒരു മിഡിൽമെന്റെ കയ്യിലാണ് ആ പണം അയാൾ കൊടുത്തത്. ആ മിഡിൽമെൻ അയാളെ കാര്യമായി അങ്ങ് പറ്റിച്ചു. അയാൾക്ക് പോയി കിട്ടിയത് 11 ലക്ഷം രൂപയാണ്. 94 11 ലക്ഷം രൂപ എന്നുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. അയാളുടെ 84 മുതൽ 94 വരെയുള്ള മുഴുവൻ അധ്വാനത്തിന്റെയും ഒരു നല്ല പങ്ക് ആ സംഖ്യയിലുണ്ട്. അത് നഷ്ടമായപ്പോൾ ശരിക്കും വളരെ ടൈറ്റ് ആയിപ്പോയ ദേവേന്ദ്ര ആ പണം തിരിച്ചു പിടിക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിക്കുമ്പോഴാണ് അയാളുടെ കണ്ണിൽ ദില്ലിയിലും UP-യിലൊക്കെ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സംവിധാനം ശ്രദ്ധയപ്പെടുന്നത്. അത് ശരിക്കും ഗ്യാസ് വിൽപ്പനയുടെ മറ്റൊരു തലമാണ്. സാധാരണഗതിയിൽ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് നമ്മൾ ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ അടയ്ക്കുന്ന പണത്തേക്കാൾ കൂടുതൽ പണം കൊടുത്താൽ കൂടുതൽ ഗ്യാസ് നിറച്ച കുറ്റികൾ കിട്ടും. ആ സംഭവം ഒരുതരം ബ്ലാക്ക് മാർക്കറ്റാണ്. സാധാരണ ഒരു 14.5 കിലോ ഗ്യാസ് ആണ് ഒരു കുറ്റിയിൽ നിറച്ച് കിട്ടുന്നെങ്കിൽ ഇവിടെ ചിലപ്പോൾ 18 കിലോ ഒക്കെ കാണും. കൂടുതൽ വില കൊടുക്കണമെന്നേ ഉള്ളൂ. അത്തരം ഗ്യാസ് നമുക്ക് ഒരു രേഖയില്ലാതെ കിട്ടും. ആ ഗ്യാസ് ആവശ്യമുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. സാധാരണ ഗ്യാസ് കുറ്റി നമ്മൾ മാസത്തിൽ ഒരിക്കൽ മാറ്റേണ്ടി വരികയാണെങ്കിൽ ഇത് പലപ്പോഴും 2 മാസം വരെയൊക്കെ പോകും. പക്ഷെ അത്രയും ഗ്യാസ് ഫില്ല് ചെയ്ത കുറ്റി അപകടമാണെന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷേ ആ ഗ്യാസ് കുറ്റിക്ക് ആവശ്യക്കാരുള്ള മേഖലയാണ് ദില്ലി. ദില്ലിയിൽ ആ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ വന്നുകൂടുന്ന സമയമാണ്. ജോലിക്ക് കൂടുതൽ ശമ്പളത്തിന് ഒക്കെ പറ്റിയ സ്ഥലം അന്ന് ദില്ലിയാണ്. 90കളുടെ മിഡിലാണ് ഈ സംഭവം നടക്കുന്നത്. ദേവേന്ദ്ര ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ദേവേന്ദ്രയുടെ പണം പോയ വിവരം അറിയാവുന്ന ഒരാൾ ദേവേന്ദ്രയോട് ആ പണം തിരിച്ചു പിടിക്കാൻ അത്തരം ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് പറയുന്നത്. ദേവേന്ദ്ര അയാളുമായി ചേർന്ന് അങ്ങനെ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. ആ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും നല്ല പ്രോഫിറ്റാണ്. ഗ്യാസിന് ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഗ്യാസ് സാധാരണഗതിയിൽ അല്ലാതെ കിട്ടണമെങ്കിൽ നിയമപരമായി വീടും മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം. ഇതൊന്നുമില്ലാതെ ഗ്യാസ് ആവശ്യമുള്ള ആളുകളുണ്ട്. അവർക്ക് ഗ്യാസ് കൊടുക്കുകയാണ് ഇവരുടെ പണി. അത് മാത്രമല്ല, അന്നൊക്കെ ഗ്യാസ് വേഗത്തിൽ അനുവദിച്ച് കിട്ടണമെങ്കിൽ MP-യുടെ റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ വേണം. MP-മാരുടെ പ്രധാന ജോലി തന്നെ ആളുകൾക്ക് ഗ്യാസിന് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്.
ഇവിടെ ആ ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ ഇഷ്ടംപോലെ ഗ്യാസ് കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടംപോലെ ഓർഡറും കിട്ടും. ആ സംഭവ വികാസങ്ങൾ മുന്നോട്ട് പോയി ഈ ദേവേന്ദ്ര ധാരാളം കാശുണ്ടാക്കി എന്നുള്ള കാര്യം ആദിത്യയുടെ മുന്നിൽ റിപ്പോർട്ടായി പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവച്ചിരിക്കുകയാണ്. ദേവേന്ദ്രയ്ക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് അങ്ങനെ ആദ്യമായി ആദിത്യയ്ക്ക് മനസ്സിലാവുകയാണ്. ആ ക്രിമിനൽ പശ്ചാത്തലമുള്ള ദേവേന്ദ്രയാണ് ഇനി ആദിത്യൻ ടീമും ചോദ്യം ചെയ്യാൻ പോകുന്നത്. ദേവേന്ദ്രയെ ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ ദേവേന്ദ്ര ഒന്നും വിട്ടുമറയാൻ തയ്യാറായില്ല. പക്ഷേ ആ ടെലിഫോൺ റെക്കോർഡ് അയാൾക്കൊരു വിനിയായി മാറി. ദേവേന്ദ്ര, നിങ്ങൾ ഗുഡ്ഗാവിൽ നിന്ന് ആ ടാക്സി വിളിച്ചുവെന്നും ടാക്സിക്കകത്ത് കയറിയെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ടാക്സി പിടിച്ചതിനും ആ ടാക്സിയിൽ യാത്ര ചെയ്തതിനും തെളിവുണ്ട്. നിങ്ങൾ ആ ടാക്സിയും ടാക്സിക്കാരനെയും എന്ത് ചെയ്തു? അത് മാത്രമാണ് ഇനി പറയാനുള്ളത്. നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. ആദിത്യ വളച്ചുകെട്ടില്ലാതെ തന്നെ ദേവേന്ദ്രയുടെ മുന്നിൽ കാര്യങ്ങൾ വ്യക്തമാക്കി. ദേവേന്ദ്ര എന്നിട്ടും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ആദിത്യ ദേവേന്ദ്രനോട് പറഞ്ഞു, ദേവേന്ദ്ര, നിങ്ങൾ ആ ഹസ്ര കനാലിൽ ആളുകളുടെ ഡെഡ് ബോഡി അറുത്ത് മുറിച്ച് വലിച്ചെറിയുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട്. ഇനി നിങ്ങൾക്ക് ഒഴിയാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് ആളുകളുടെ ബോഡി അവിടെ കൊണ്ട് എറിഞ്ഞിട്ടുണ്ട്. ആ ബോഡികളാണ് ഞങ്ങളിപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ദേവേന്ദ്ര, ഇനി നിങ്ങൾ എത്ര ബലം പിടിച്ചാലും നിങ്ങളെ ഞങ്ങൾ നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആദിത്യ ആ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടി ഉറപ്പിച്ചപ്പോൾ ദേവേന്ദ്ര പതുക്കെ കാര്യം പറഞ്ഞു തുടങ്ങി. ദേവേന്ദ്ര ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കഥയാണ് പോലീസിനോട് പറയുന്നത്. ദേവേന്ദ്ര ഒരു ഏജന്റുമായി ചേർന്ന് ബ്ലാക്ക് മാർക്കറ്റിൽ ആ ഗ്യാസ് വിറ്റുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അതേ ഏജന്റ് ദേവേന്ദ്രയെ അമിത് എന്ന പേരുള്ള മറ്റൊരു ഡോക്ടർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അമിത് ആളൊരു സംഭവമാണ്. അമിത്തിനെ പരിചയപ്പെട്ടപ്പോഴാണ് ആ കാര്യം ദേവേന്ദ്രയ്ക്ക് മനസ്സിലാവുന്നത്. ദേവേന്ദ്ര ഈ ഗ്യാസ് വിൽപ്പനയൊക്കെ നടത്തി 100-200 രൂപയൊക്കെയാണ് ഒരു ഗ്യാസിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. ആ സമയത്താണ് അമിത് ദേവേന്ദ്രയോട് ഒരു സിമ്പിൾ കാര്യം പറഞ്ഞത്. ദേവേന്ദ്ര, നിങ്ങൾ ഈ ഗ്യാസ് ഒക്കെ വിറ്റ് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എത്ര നാൾ പിടിക്കും? അത് ഒരു 1000 ഗ്യാസ് കുറ്റിയൊക്കെ വിറ്റാൽ എനിക്കൊരു 1 ലക്ഷം 2 ലക്ഷം രൂപ കിട്ടും. അതിന് എത്ര നാൾ പിടിക്കും എന്നാണ് എന്റെ ചോദ്യം. അമിത്തിന്റെ ചോദ്യത്തിന് ദേവേന്ദ്രയ്ക്ക് ഉത്തരവുണ്ട്. ഒരു 4-5 മാസം അല്ലെങ്കിൽ 1 വർഷം. 1 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ നേടാൻ നിങ്ങൾ എന്തോരം പണിയെടുക്കുന്നു. ഞാനേ നിങ്ങൾക്ക് ദിവസവും 1 ലക്ഷം രൂപ കിട്ടുന്ന പണി പറഞ്ഞുതരാം. അങ്ങനെ ഒരു കാഷ്വൽ ടോക്കിൽ നിന്നാണ് അമിത് അയാളുടെ ബിസിനസ് ദേവേന്ദ്രയെ പഠിപ്പിച്ചത്. ദേവേന്ദ്ര ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അമിത് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതും കഥ മനസ്സിലായി. ദേവേന്ദ്ര, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾക്ക് 2 കിഡ്നിയുടെ ആവശ്യമില്ല. നമുക്ക് അതിൽ നിന്ന് 1 കിഡ്നി എടുക്കാം. എടുത്തിട്ട് ആവശ്യമുള്ള ആളിന് കൊടുത്താൽ കിഡ്നി പോയ ആക്കും കിഡ്നി കിട്ടിയ ആക്കും ലൈഫ് ആവില്ലേ? നിനക്ക് ആ 1 കിഡ്നി ഒന്നിന് 5 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ കിട്ടുകയും ചെയ്യും. 5 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ ഒരാളുടെ കിഡ്നി അടിച്ചു മാറ്റി കൊടുത്താൽ കിട്ടുമെന്ന് കേട്ടതും ദേവേന്ദ്രന്റെ കണ്ണ് അങ്ങനെ തുറന്നു വന്നു. അയാളിലെ ആ ബിസിനസ്സുകാരൻ പെട്ടെന്നാണ് വർക്കൗട്ടായത്. ആ തുറന്ന കണ്ണിൽ അയാൾ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കാണുകയാണ്. ശരിക്കും ആ ബിസിനസ് സാമ്രാജ്യം അയാൾക്ക് നന്നായി മനസ്സിലായതും കിഡ്നി ആരുടെ ഒക്കെ വേണമെന്നുള്ള ചോദ്യം അയാൾ അമിതിനോട് ചോദിച്ചു. ദേവേന്ദ്ര, നമുക്ക് ചെറുപ്പക്കാരുടെ കിഡ്നി മതി. ചെറുപ്പക്കാരുടെ കിഡ്നിക്കാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത്. ആരുടെ കിഡ്നി ആണെങ്കിലും ഈ സ്വീകർത്താവിന് അത് അനുയോജ്യമായാൽ ശരിക്കും റണ്ണാവും. എന്തായാലും ചെറുപ്പക്കാരെ മാത്രം നോക്കിയാൽ മതി എന്നുള്ള അമിതിന്റെ നിർദ്ദേശം ദേവേന്ദ്ര നടപ്പിലാക്കാനുള്ള പരിപാടി ആലോചിച്ചു. ആരുടെ കിഡ്നി അടിച്ചു മാറ്റും? അങ്ങനെ അയാൾ ആലോചിക്കുമ്പോഴാണ് ഒരു ദിവസം വളരെ യാദൃശ്യവശാൽ അയാള് ഒരു ചെറുപ്പക്കാരൻ ഒരു കടയിൽ നിന്ന് ബീഡി വാങ്ങിച്ചിട്ട് ഒരു ടാക്സി ഓടിച്ചു പോകുന്ന കണ്ടത്. ചുമ്മാ ഒന്ന് കൈ കാണിച്ച് നോക്കാമെന്ന് ദേവേന്ദ്ര വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് കൈ കാണിച്ചു. ആ കക്ഷിയാണ് രമേശ്. രമേശിന്റെ വാഹനത്തിലേക്ക് കയറിയ ദേവേന്ദ്ര റെഡി ആയിട്ടാണ് കയറിയത്. ദേവേന്ദ്ര ആ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ ഡ്രൈവറുടെ ബാക്കിലായിരുന്നു. ദേവേന്ദ്ര രമേശിനോട് പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് കുറച്ച് വലത്തോട്ട് മാറി താജ്മഹലിൽ നിന്ന് ഹുമയൂണിന്റെ കബറിലേക്ക് പോകുന്ന ഭാഗത്തേക്കാണ് പോകേണ്ടത്. എന്നെ അവിടെ വരെ ഒന്ന് വിട്ടാൽ വലിയ ഉപകാരമായി. രാത്രി ഏകദേശം ഒരു 10 മണി ആകാറായപ്പോഴാണ് ആഗ്രയിൽ ഈ രമേശിന്റെ കാറിന് ദേവേന്ദ്ര കൈ കാണിക്കുന്നത്. അയാളുടെ പ്രവർത്തന കേന്ദ്രം ദില്ലിയാണ്. ദില്ലിയിൽ വെച്ച് ഒരാളുടെ കിഡ്നി അടിച്ചു മാറ്റുന്നത് അപകടമായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് അയാൾ അവിടെ നിന്ന് ഏകദേശം ഒരു 10-200 കിലോമീറ്റർ മാറി ആഗ്രയിൽ എത്തിയത്. ആഗ്രയിൽ അയാൾ പ്രതീക്ഷിച്ച പോലെ അയാൾക്ക് ഒരു ടാക്സി ഡ്രൈവറെ കിട്ടി.
ആ ഡ്രൈവറുടെ വാഹനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലം എത്തിയതും ദേവേന്ദ്ര രമേശിനോട് പറഞ്ഞു, ഏയ് കാർ നിർത്തി, ആ സൈഡിലോട്ട് നിർത്തി. തികച്ചും അപ്രതീക്ഷിതമായി വാഹനം നിർത്തിയ ഉടൻ രമേശിന്റെ തലയ്ക്ക് അടിയേറ്റതും രമേശ് മുന്നോട്ട് ചാഞ്ഞു. ആ നിമിഷത്തിൽ കാറിന്റെ പുറകെ സീറ്റിൽ നിന്നിറങ്ങിയ ദേവേന്ദ്ര രമേശിന്റെ അടുത്തെത്തി അയാളുടെ കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം ഉപയോഗിച്ച് രമേശ് പൂർണ്ണമായും മയങ്ങിയെന്ന് ഉറപ്പാക്കി. അടിയേറ്റ് അല്ലെങ്കിൽ തന്നെ രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന രമേശിനെ അയാൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തൂക്കിയെടുത്ത് പുറകിലത്തെ വാതിൽ കൂടി അകത്തെ സീറ്റിൽ കിടത്തി. തലയിൽ ഒരു തുണിയൊക്കെ വെച്ച് വലിച്ചു കെട്ടിയതിനു ശേഷം രമേശുമായി ആ കാറിൽ അയാള് ദില്ലിയിലേക്ക് തിരിച്ചു. UP അതിർത്തി കടന്ന് ദില്ലിയിലേക്ക് ഈ ദേവേന്ദ്ര പോയി കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് രമേശിന്റെ അമ്മ പരാതിയുമായി ആഗ്ര പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ആഗ്ര പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ദേവേന്ദ്ര ആ രമേശിനെ ഡോക്ടർ അമിതിന് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. ഡോക്ടർ അമിത് ഹോസ്പിറ്റലുമായി ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അയാൾ കിഡ്നി ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ആ രാത്രിയിൽ കിഡ്നിക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ദേവേന്ദ്ര നിരത്തിലോട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിവേഗം രമേശിന്റെ കിഡ്നി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട കിഡ്നിയുമായി രമേശിനെ പിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയാവുന്ന അമിതും ദേവേന്ദ്രനും ചേർന്ന് രമേശിനെ അങ്ങ് അവസാനിപ്പിച്ചു. കിഡ്നി ഇല്ലാത്ത രമേശ് ജീവിച്ചിരുന്നോണ്ട് ഇനി എന്ത് കാര്യം? അതുകൊണ്ടാണ് ആ രമേശിനെ പിന്നീട് അവിടെ ഹസ്ര കനാലിൽ കൊണ്ട് കളയാൻ ദേവേന്ദ്രൻ തീരുമാനിച്ചത്. ഹസ്ര കനാലിൽ കൊണ്ട് കളയുമ്പോൾ അയാളുടെ ബോഡിയിൽ ആ തല ഒന്നിച്ചിരിക്കുന്നത് ഒരു ഭംഗിയല്ല എന്ന് തോന്നിയത് കൊണ്ടാവാം അയാൾ ആ തല അറുത്തെടുത്ത് തലയും ഉടലും വെവ്വേറെയാക്കി ആ കനാലിലേക്ക് ഇട്ടു. അങ്ങനെ ചെയ്തത് മനഃപൂർവ്വമാണ്. ആ കനാലിൽ നല്ല ഒഴുക്കുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ആ കനാലിലൂടെ ഒഴുകിയെത്തുന്ന ഭാഗങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ പെടുകയാണെങ്കിൽ ആളെ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. തല നല്ല വെയിറ്റുള്ള ഭാഗമാണ്. അത് അറുത്തെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ മുതലകൾ ധാരാളമുള്ള ആ ഭാഗത്ത് ബാക്കി കാര്യങ്ങൾ മുതലകൾ ചെയ്തോളും. അത് ആ ഹസ്ര കനാലിനെ കുറിച്ച് നന്നായി പഠിച്ച ദേവേന്ദ്രയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. അയാൾ വിജയകരമായി നടപ്പിലാക്കിയ ആ പദ്ധതി പിന്നീടുള്ള ദിവസങ്ങളിൽ തുറന്നുകൊണ്ടേയിരുന്നു. അമിത് ആവശ്യപ്പെടുന്ന അനുസരിച്ച് ദേവേന്ദ്ര ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന പ്രക്രിയ അങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. ഇത്രയായപ്പോൾ ആദിത്യ ദേവേന്ദ്രയോട് ചോദിച്ചു, ഏയ് ഈ കിഡ്നി ആരുടെയെങ്കിലും എടുത്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് മാച്ച് ചെയ്യണ്ടേ, അത് നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും? വളരെ വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ACP ആദിത്യ ആ സമയത്ത് ദേവേന്ദ്രയോട് ചോദിക്കുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണല്ലോ കിഡ്നി അടിച്ചു മാറ്റുന്നത്. ആ കിഡ്നി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുമായി യോജിക്കുമോ ഇല്ലയോ എന്ന് അറിയണം. ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യണം. അങ്ങനെ 100,000 കാര്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് ദേവേന്ദ്രയ്ക്ക് യുക്തിഭദ്രമായ ഒരു മറുപടി ഉണ്ടായിരുന്നു. സർ, ഒരു ആവശ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വിശദമായ അന്വേഷണം നടത്തും. ആവശ്യക്കാരന്റെ ബ്ലഡ് ഗ്രൂപ്പുമായി യോജിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകളെയാണ് ഞങ്ങൾ തിരക്കുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് അറിയുന്ന ആളുകളെ കണ്ടുപിടിക്കാനുള്ള ആ യത്നം വല്ലാതെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. അവിടെയാണ് സാർ ഈ ടാക്സി ഡ്രൈവേഴ്സ് ഞങ്ങൾക്കൊരു സഹായകരമായത്. മിക്കവാറും എല്ലാ ടാക്സി ഡ്രൈവേഴ്സും അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് പബ്ലിക്കാക്കി അവതരിപ്പിക്കാറുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ വിവരം നമുക്ക് അന്വേഷിച്ച് പോകുമ്പോൾ കിട്ടും. ഞങ്ങളത് കളക്ട് ചെയ്തത് ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ടാണ്. അവിടെയുള്ള ഡോണേഴ്സിന്റെ ലിസ്റ്റിൽ നിന്ന് ആർക്കൊക്കെ ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാം. മിക്കവാറും എല്ലാ ടാക്സി ഡ്രൈവേഴ്സും രക്തദാതാക്കളാണ്. ഡോക്ടർ ദേവേന്ദ്ര എന്ന ആ വ്യക്തി പറഞ്ഞ ആ കാര്യം കേട്ടപ്പോൾ സകല പോലീസുകാരും ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. മിക്കവാറും എല്ലാ പോലീസുകാരും ഒരു അവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ രക്തം ദാനം ചെയ്തിട്ടുള്ളവരാണ്. അവരുടെ ബ്ലഡ് ഗ്രൂപ്പും അവരുടെ പേരും ഒക്കെ മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും കാണും. അപൂർവ രക്തമാണ് ഏതെങ്കിലും പോലീസുകാരൻ്റെതെങ്കിൽ ആ അപൂർവ രക്തം ആവശ്യമുള്ള ഒരാളുടെ കിഡ്നിക്ക് തകരാറ് വന്നാൽ ആ പോലീസുകാരന്റെ കിഡ്നി എന്ന് പോയിന്ന് ചോദിച്ചാൽ മതി. ദേവേന്ദ്ര പറഞ്ഞു വരുന്നത് കേട്ടപ്പോൾ ആ പോലീസുകാർക്ക് അങ്ങനെയാണ് തോന്നിയത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കൃത്യതയോടുകൂടി കിഡ്നി റാക്കറ്റിന് വേണ്ടി അയാൾ ആ കാര്യം ഭംഗിയായി ചെയ്തു എന്നുള്ളത് അയാൾ പോലീസിനോട് സമ്മതിച്ചു. ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞതും ACP ആദിത്യ ദേവേന്ദ്രയോട് ചോദിച്ചു, അല്ല നീ ഈ കാറൊക്കെ എന്ത് ചെയ്തു? കാറുള്ള ആളുകളെയാണല്ലോ ഇയാൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന മുഴുവൻ. അതിനും അയക്ക് മറുപടിയുണ്ട്. സർ, ദില്ലിയല്ലേ സർ സ്ഥലം, കാറോ കപ്പലോ എന്ത് വേണമെങ്കിലും ദില്ലി വിൽക്കാം. ദില്ലിയിലെ ബ്ലാക്ക് മാർക്കറ്റിന് അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഭൂമിയിൽ വിൽക്കാൻ കഴിയുന്ന എന്തും അവിടെ കൊണ്ടുവന്ന് നമുക്ക് വിൽക്കാം. അവന് 20,000 മുതൽ 25,000 രൂപ വരെ ഓരോ കാറിനും ദില്ലിയിലെ ആ ബ്ലാക്ക് മാർക്കറ്റുകാർ കൊടുക്കും. ആ കാർ ആ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാലും അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 100ഓളം കാറുകൾ ഈ കാലഘട്ടത്തിനിടയിൽ
ദേവേന്ദ്രയ്ക്ക് മോഷ്ടിക്കാനും മറിച്ചു വിൽക്കാനും പറ്റിയത്. ഇതിനിടയിൽ 125 ആളുകളുടെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശരിക്കും ദേവേന്ദ്ര പരിഹാരമാവുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് അയാൾ മുഖാന്തരം ഏതാണ്ട് അത്രത്തോളം ആളുകളുടെ ജീവൻ പോയി എന്നുള്ളത് വേറൊരു കാര്യം. ദേവേന്ദ്രയുടെ ആ സ്റ്റേറ്റ്മെന്റിനെ ആസ്പദമാക്കിക്കൊണ്ട് ധാരാളം തെളിവെടുപ്പുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു, വിചാരണ ആരംഭിക്കുന്നു. ഈ വിചാരണ നടക്കുമ്പോഴാണ് ഫരീദാബാദിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇയാളുടെ മേൽ കേസ് വരുന്നത്. ആ കേസ് നടക്കുമ്പോഴേക്കും അടുത്ത കേസ് വന്നു. 2002 മുതൽ 2004 വരെയുള്ള കാലഘട്ടങ്ങളിൽ പല സ്ഥലത്തായി മിസ്സായ ആളുകളുടെ DNA-യും ആ കനാലിൽ നിന്ന് കിട്ടുന്ന ഡെഡ് ബോഡികളുടെ DNA-യും മാച്ച് ചെയ്യുന്നതോടുകൂടി പതുക്കെ കേസുകൾ എണ്ണം കൂടിക്കൂടി വരികയാണ്. 2008-09 ആയപ്പോൾ ദേവേന്ദ്രയുടെ മുകളിലുള്ള കേസുകളുടെ എണ്ണം ഏകദേശം 20 മാറി. ഇതിനിടയിൽ കേസുകളിൽ നിന്ന് ശിക്ഷകൾ വന്നു തുടങ്ങി. എല്ലാ കേസുകളിലും ജീവപര്യന്തമാണ് അയാൾക്ക് വിധിക്കുന്നത്. അങ്ങനെ ജീവപര്യന്ത തടവ് വിധിക്കുന്നിടയിൽ ഒരു തവണ അയാൾക്ക് ഒരു കോടതി ഒരു വിധി മാറ്റിക്കൊടുത്തു. അത് വിധിച്ചത് ഗുഡ്ഗാവിലെ കോടതിയാണ്. ദേവേന്ദ്രയെ തട്ടാനാണ് അവർ വിധിച്ചത് വധശിക്ഷ. ആ വധശിക്ഷ സ്വാഭാവികമായും ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്ക് എത്തി. മേൽക്കോടതി ആ വിധി ജീവപര്യന്തമായി കുറച്ചു. ജീവപര്യന്തമായി ആ വിധി മാറിയതും അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം 2020 ദേവേന്ദ്രയ്ക്ക് പരോള് കിട്ടി. പരോള് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഒരാൾക്ക് അനുവദിക്കുക. അയാൾക്ക് അനുവദിച്ചത് 20 ദിവസത്തെ പരോളാണ്. പക്ഷേ 20 ദിവസം കഴിഞ്ഞപ്പോൾ ദേവേന്ദ്ര ജയിലിൽ മടങ്ങിയെത്തിയില്ല. ആ നിമിഷം മുതൽ തിരക്കി തുടങ്ങിയ പോലീസ് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ദേവേന്ദ്രയെ പൊക്കുന്നത്. പിന്നെയും ദേവേന്ദ്ര ജയിലിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 ജൂൺ 9 ദേവേന്ദ്രയ്ക്ക് പിന്നെയും പരോള് കിട്ടി. ആ പരോളിൽ ഇറങ്ങിയ ദേവേന്ദ്രയെ പിന്നെ ആരും കണ്ടില്ല. പോലീസ് സകല സ്ഥലത്തും അന്വേഷിച്ചു തുടങ്ങി. UP-യിലും ദില്ലിയിലും ഹരിയാനയിലും രാജസ്ഥാനിലും എന്ന് വേണ്ട സകല സ്റ്റേറ്റുകളിലും അരിച്ചു പറക്കിയിട്ടും ദേവേന്ദ്രയുടെ ഒരു പിടിയുമില്ല. ഒരു വലിയ അന്വേഷണ സംഘത്തെ തന്നെ അധികാരികൾ രംഗത്തിറക്കിയെങ്കിലും ദേവേന്ദ്രയെ കുറിച്ചുള്ള ഒരു വിവരവും ശേഖരിക്കാൻ അവർക്ക് പറ്റിയില്ല. കാലം അതിവേഗമാണ് ഓടിപ്പോകുന്നത്. UP-യും ദില്ലിയും ഹരിയാനയും രാജസ്ഥാനും ഛത്തീസ്ഗഡും മധ്യപ്രദേശും പഞ്ചാബും ഒക്കെ പോലീസ് അരിച്ചു പറക്കിയെങ്കിലും അവിടെ ഒന്നും തന്നെ ദേവേന്ദ്ര എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസിന് രാജസ്ഥാനിലെ ഒരു ആശ്രമത്തിലെ ഒരു സന്യാസിയുടെ രൂപവും ദേവേന്ദ്രയുടെ രൂപവും തമ്മിൽ ഒരു സാമ്യം ഫീൽ ചെയ്യുന്നത്. രണ്ടുപേർക്കും ഒരേ പൊക്കമാണ്. അവരുടെ മാനറിസത്തിൽ വ്യത്യാസമുണ്ട്, ബോഡി ലാംഗ്വേജിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എന്തോ ഒരു സാമ്യം ഈ ദേവേന്ദ്രയ്ക്കും ആ സന്യാസിക്കും തമ്മിലുണ്ട്. പ്രച്ഛന്ന വേഷത്തിൽ അനവധി പോലീസ് ഉദ്യോഗസ്ഥർ ആ ആശ്രമത്തിലെത്തി. അവര് വളരെ സസൂക്ഷ്മം ആ സ്വാമിയെ വീക്ഷിച്ചു തുടങ്ങി. ഒരുപാട് ശിഷ്യന്മാരുള്ള ആ സ്വാമിക്ക് ഒരു വല്ലാത്ത ആരാധക വൃന്ദമുണ്ട്. ആളുകളെ ആത്മീയ ലോകത്തേക്ക് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ശൈലിയിൽ മനോഹരമായി ആ സ്വാമി സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ സ്വാമിയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, അവയുടെ ഒഴുക്ക്, അതൊക്കെ റെക്കോർഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ അത് ഒന്നുകൂടി ഒന്ന് പഠിച്ചു. അതിൽ ആ സന്യാസി പോലും അറിയാതെ ചില കാര്യങ്ങളൊക്കെ കടന്നു വന്നു. അത് സാധാരണഗതിയിൽ ഈ മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കുന്ന വാക്കുകളാണ്. സാധാരണ മനുഷ്യന്മാരുടെ വായിൽ അത്തരം വാക്കുകൾ കടന്നു വരാൻ ഒരു സാധ്യതയുമില്ല. ഒരു മെഡിക്കൽ പ്രൊഫഷനുള്ള ആളാണ് ആ സന്യാസി എന്നുള്ള തോന്നൽ സ്വാഭാവികമായി പോലീസിനുണ്ടായി. പോലീസ് ഒരു ഡോക്ടർ ദേവേന്ദ്രയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സന്യാസിയെ ഒന്ന് പൊക്കാമെന്ന് പോലീസ് വിചാരിച്ചു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും പോപ്പുലറാണ് സന്യാസി, ഒരുപാട് അനുയായികളുണ്ട്, ധാരാളം സഹായികളുമുണ്ട്. ഇവരുടെക്കിടയിൽ നിന്ന് ഒരു സന്യാസിയെ പൊക്കാൻ അതൊരു വലിയ കലാപത്തിലേക്കൊക്കെ നയിക്കും. പക്ഷേ നമ്മുടെ പോലീസല്ലേ, അവരൊരു പണി കണ്ടു. ആ സന്യാസിയെ വളരെ വിജയകരമായി ആ ആശ്രമത്തിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് അവർ പതുക്കെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവസാനം ആ സന്യാസിയെ ദില്ലിയിലെ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ എത്തുന്നതിനിടയിൽ തന്നെ ആ സന്യാസി ദേവേന്ദ്രയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. ദേവേന്ദ്രയുടെ DNA-യും ഒക്കെ പോലീസിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സന്യാസിയുടെ DNA പരിശോധന നടത്തി രണ്ടും ഒരാളാണെന്ന് തെളിയിക്കാൻ പോലീസിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ശരി, കാര്യമായ ഒരു മാറ്റം തന്നെ ദേവേന്ദ്ര ആ ബോഡിയിൽ നടത്തിയിരുന്നു. സാധാരണഗതിയിൽ ഒരാൾക്കും അയാളാണ് ദേവേന്ദ്രൻ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിലുള്ള മാറ്റമാണ് അയാൾ വരുത്തിയത്. എന്നിട്ടും നമ്മുടെ പോലീസ് വളരെ വിജയകരമായി അയാളെ പൊക്കി. അയാൾ വീണ്ടും തീഹാർ ജയിലായിരിക്കുകയാണ്. ഇനിയാണ് പഴയ കേസുകളുടെ വിചാരണ ആരംഭിക്കാൻ. ഒരുപാട് കേസുകൾ പെൻഡിങ്ങിലാണ്. അയാളെ 100 തവണ തൂക്കിക്കൊല്ലാനുള്ള കേസുകൾ അയാളുടെ പേരിലുണ്ട്. അത്രയും തവണ തൂക്കിക്കൊല്ലാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. പക്ഷെ ഒരു തവണയെങ്കിലും അയാൾ തൂക്കിക്കൊല്ലേണ്ടത്
അനിവാര്യമായി ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും ഒരു ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊരു സംശയം ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നാം. ഇയാളെ വിളിക്കുന്നത് ഡോക്ടർ ഓഫ് ഡെത്ത് എന്നാണ്, മരണത്തിന്റെ ഡോക്ടർ എന്നാണ്. ഇതേ ശൈലിയിൽ മറ്റൊരു സംഭവം ഈ രാജ്യത്ത് തന്നെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. നിഹാരി കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ആ കേസ് നേരത്തെ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഒരുപാട് ചർച്ചകൾ ആ കേസുമായി ബന്ധിപ്പിച്ച് നടന്നിരുന്നു. അത് നിങ്ങൾ കണ്ടിരിക്കേണ്ടതും കേട്ടിരിക്കേണ്ടതുമായ ഒരു വീഡിയോ ആണ്. ഞാൻ താഴെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ചുറ്റുപാടുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണം. ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.